ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഡേയിൽ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ബയോളജിയിലെ പോയിൻറ്റ്സ് എഴുതി വെച്ച നോട്ട്സ് വായിച്ചുകൊണ്ടാണ്. ഫസ്റ്റ് അത് എഴുന്നേറ്റ് പാടെ കാര്യങ്ങളൊക്കെ നോക്കി. അത് കഴിഞ്ഞ് ബയോളജിയാണ്, ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആണ് ഞാൻ പഠിച്ചത്. കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഒരു കുട്ടി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ സൈലത്തിൻ്റെ മെറ്റീരിയൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്, വേറെ മെറ്റീരിയൽസ് യൂസ് ചെയ്യാറില്ല എന്ന്. ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ അത് സൈലത്തിൻ്റെ മെറ്റീരിയലും അതോടൊപ്പം തന്നെ NCERTൻ്റെ ഫിംഗർ ടിപ്സും ഉണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ മെമ്മറി കാർഡിൽ കുറേ ക്വസ്റ്റ്യൻസ് വേറെയും ഇരിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ PYQസിന് ഞാൻ സൈലത്തിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു PYQs വെച്ചാണ് ഞാനിപ്പം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ കയ്യിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ക്വസ്റ്റ്യൻ ബാങ്ക് PDF ആയിട്ടും അതുപോലെ പ്രിൻ്റ് ഔട്ട് കയ്യിൽ മെമ്മറി കാർഡിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ മെറ്റീരിയൽ ഇതുവരെ ഒന്നും വാങ്ങിയില്ല. ഇനി ഇതൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ വേറെ മെറ്റീരിയൽ വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം കൂടുതൽ മെറ്റീരിയൽ നമ്മൾ, അതായത് ചിലപ്പോൾ ഒരു മെറ്റീരിയൽ 2 ക്വസ്റ്റ്യൻ ചെയ്യും, അടുത്ത മെറ്റീരിയൽ 2 ക്വസ്റ്റ്യൻ ചെയ്യും, അതിലൊരു ഓർഡറോ, പിന്നെ നമുക്ക് അവസാനത്തോടെ അടുക്കുമ്പോൾ ഏത് മെറ്റീരിയൽ ചെയ്യണമെന്ന് കൺഫ്യൂഷനായിരിക്കും. നമ്മളിപ്പോൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ അവസാന ഘട്ടങ്ങളിലും ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽ ഇത് രണ്ടുമാണ്, NCERT ഫിംഗർ ടിപ്സും അതേപോലെ സൈലത്തിൻ്റെ മെറ്റീരിയൽ അറിയുന്നവർക്കറിയാം. അതിൽ മൊഡ്യൂൾസ് ആയിട്ട് തിരിച്ചിട്ട് ടോപ്പിക് വൈസ്, അതേപോലെ ലേണിംഗ് പ്ലസ്, മൾട്ടിപ്പിൾ ടൈപ്പ്, അങ്ങനെ അതിൽ തന്നെ കുറേ ടൈപ്പുണ്ട്. പിന്നെ PYQs എക്സ്ട്രാ ബുക്കിലുണ്ട്, അതേപോലെ മൊഡ്യൂൾ ബുക്കിലുണ്ട്. അപ്പോൾ ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ബുക്ക് വാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ അപ്ഡേഷൻസ് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ മഴ ഇങ്ങനെ വീഴുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിലിരിക്കും. അപ്പോൾ അതിനൊരു സോറി. പിന്നെ ഞാൻ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചത് റീപ്രൊഡക്റ്റീവ് ഹെൽത്തും അതേപോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിങ് പ്ലാന്റ്സും ആണ്. അപ്പോൾ അത് രണ്ടും വായിച്ചു. അതിനുശേഷം ഞാൻ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിനെ റീപ്രൊഡക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ഒരുമിച്ചാണ് ചെയ്തത്. അതിൻ്റെ എൻ്റെ കയ്യിലുണ്ടായ OMR ഷീറ്റ് എവിടെയോ മിസ്സായി. ഞാനിത് എടുത്തു വെച്ച് ഒരു OMR ഷീറ്റ് ഈ ബുക്കിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് അതിലാണ് ഞാൻ അത് രണ്ട് ചെയ്തത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിങ് പ്ലാന്റ്സ് ഞാൻ പേപ്പറിലാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫിസിക്സ് പഠിക്കാനായിരുന്നു, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. അത് കഴിഞ്ഞിട്ട് PYQ എൻ്റെ നോട്ട്സ് ഉണ്ടായിരുന്നു, നോട്ട്സ് തന്നെ ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം ഞാൻ PYQs ചെയ്യാനിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ PYQs ചെയ്യാനിരുന്നു. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ഇതിൽ വീഡിയോ എഡിറ്റ് ചെയ്തപ്പം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം കോർഡിനേഷൻ കോമ്പൗണ്ട്സാണ് ഞാൻ വായിച്ചത്, ടെക്സ്റ്റ് വായിച്ചു. എൻ്റെ കയ്യിൽ ടാബിലാണ് നോട്ടുള്ളത്. ഞാൻ അതിൻ്റെ ഇടയിൽ ടാബ് എടുത്തിട്ടുണ്ടായി, പക്ഷേ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അത് കഴിഞ്ഞ് കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ PYQs ചെയ്തു. പിന്നെ നിങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സ് കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ഒരു ദിവസം കാണാം. ബൈ.